ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു ബുക്ക് മാർക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെ ടെക്സ്ചർ ചെയ്യാം, എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഷേപ്പിങ്ങിൻ്റെ വെച്ചിട്ട്, അതായത് നമ്മുടെ ഇൻക്രീസ് ഡിക്രീസ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബുക്ക് മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിന് എഗെയിൻ ഞാൻ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വട്ടം യൂസ് ചെയ്ത 2 കളർ യാണും സെയിം കളർ യാണും ഒരു സിസേഴ്സ്, നമ്മുടെ 3.5 മില്ലിമീറ്ററിൻ്റെ ഒരു ഹുക്ക്, പിന്നെ ഉള്ളത് ഒരു നീഡിൽ. ഇത്രയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് മാർക്കസ് ടെക്സ്ചർ വെച്ചിട്ടല്ല, നമ്മുടെ ഷേപ്പിംഗ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് എനിക്ക് വേണ്ടത് സ്ലിപ്പ് നോട്ട് ഇടുക എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 7 ചെയിൻ വേണം. ഓക്കെ, ഞാൻ 1 2 3 4 5 6 7 ഓക്കെ, 7 ചെയിൻ ഞാൻ ഇട്ടു. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ ചെയിൻ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 ചെയിനാണ്. അതുകൊണ്ട് 1 ചെയിൻ ഞാൻ ടേണിംഗ് സ്റ്റിച്ചായിട്ട് എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോൾ 7 ചെയിൻ ഇസ് ഫൗണ്ടേഷൻ ചെയിൻ, 1 ഇസ് എ ടേണിംഗ് സ്റ്റിച്ച്. അപ്പോൾ ഞാൻ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചെയിനിലോട്ടാണ്. ഓക്കെ, സെക്കൻഡ് ചെയിനിലോട്ട് ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്തു. എനിക്കിപ്പോൾ ചെയ്യേണ്ടത് 3 ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതായത് ഫസ്റ്റ് 3 ചെയിനിൽ, ഇപ്പോൾ മൊത്തം 7 ചെയിനുള്ളത്, ഫസ്റ്റ് 3 ചെയിനിലും ലാസ്റ്റ് 3 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതവും നടുക്കിലത്തെ ഒരു ചെയിനിൽ എനിക്ക് ഒരുമിച്ച്, അതായത് ഇൻക്രീസ് 3 ഡബിൾ ക്രോഷ്യയും ചെയ്യണം. അതാണ് എൻ്റെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഐ എം ഡൂയിങ് ദ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ രണ്ടാമത്തെ ചെയിനിൽ. മൂന്നാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തു. ഓക്കെ, ഇനി നാലാമത്തെ ചെയിൻ, അതായത് മിഡിൽ ചെയിനിൽ എനിക്ക് 3 ഡബിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യണം. അതായത് ഫസ്റ്റ് 1 ഞാൻ ചെയ്തു, സെക്കൻഡ് 1 ഞാൻ അതിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഈ സെക്കൻഡ് 1 സെയിം ചെയിനിൽ തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. ആൻഡ് തേർഡ് 1 പിന്നെയും ഞാൻ ആ ചെയിനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഇൻക്രീസ് ആണ്, അതായത് 3 ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഒരു 3 ചെയിനും കൂടെ എനിക്കുണ്ട്. ആ 3 ചെയിനിലും ഓരോരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആദ്യം ചെയ്ത പാറ്റേൺ തന്നെയാണ് തിരിച്ച് ചെയ്യുന്നത്. നടുക്ക് മാത്രമാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. ഞാൻ ഒരെണ്ണം ചെയ്തു, രണ്ടാമത്തെ ചെയിനിലും ചെയ്തു, മൂന്നാമത്തെ ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പം നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ 3 ചെയിനാണ് നമ്മുടെ ഇൻക്രീസ്. അവിടെ ഒരു സ്പെസിഫിക് സ്പേസും കാണാം. നമ്മുടെ ബുക്ക് മാർക്ക് വലുതായി വരുന്തോറും നിങ്ങൾക്ക് ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് വിസിബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് റോയിലും റിപ്പീറ്റ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ 7 ചെയിനിന് പകരം നമ്മളൊരു എക്സ്ട്രാ 3 ചെയിൻ ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തം 9 ചെയിൻസായി നെക്സ്റ്റിലോട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സ്റ്റിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റിച്ചും ലാസ്റ്റ് സ്റ്റിച്ചും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇനിയത്തെ ഈ പാറ്റേൺ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചെയിൻ ഹൈറ്റ് എഗെയിൻ, അല്ലെങ്കിൽ ടേണിംഗ് സ്റ്റിച്ച് 1 ആണ്. ഓക്കെ, ഒരു ചെയിൻ ഇട്ടു. എന്നിട്ട് ആസ് ഐ സൈഡ് ഫസ്റ്റും ലാസ്റ്റും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ ടേണിംഗ് സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ സ്കിപ്പ് ചെയ്തു. അതല്ലാതെ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. അതായത് സെക്കൻഡ് ചെയിനിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. തേർഡ് ഡബിൾ ക്രോഷ്യയിൽ പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഫോർത്ത് ഡബിൾ ക്രോഷ്യയിൽ പിന്നെയും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഫിഫ്ത്തിൽ, അതായത് നമ്മുടെ നടുക്കിലത്തെ ചെയിനിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ, നേരത്തെ ഫസ്റ്റ് റോയിൽ ചെയ്ത പോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതായത് ഫിഫ്ത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ 1 ഡബിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആൻഡ്
എഗെയിൻ സെയിം സ്റ്റിച്ചിൽ തേർഡ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ നമ്മൾ അവിടെ ചെയ്തു. അത് നമ്മുടെ ഫസ്റ്റ് റോൻ്റെ 5th ചെയിനിലാണ്, 5th ഡബിൾ ക്രോഷ്യയിലാണ് നമ്മളത് ചെയ്തത്. ഇനി 6, 7, 8, 9 വരെ ഉണ്ട്. പക്ഷെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്താൽ മതി. അതായത് 6ൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, 7ലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. 8ലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ആയിട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ചെയിനും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് ഒരു ചെയിൻ ടേണിങ്ങിന് വേണ്ടിയിട്ട് ഇടാണ്. ഓക്കെ, ടേണിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ ടേണിങ്ങിന് ഇപ്പം നെക്സ്റ്റ് റോയിൽ ഇത് കംപ്ലീറ്റ് റിപ്പീറ്റ് ആണ്. നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ അത്രയും റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഇതിന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ടേണിങ് സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു, ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു, പിന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത് ഓരോരോ ചെയിനിലോട്ട്. അപ്പോൾ 1, 2, 3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരുമിച്ച് 3 ഡബിൾ ക്രോഷ്യ, അതായത് 3 ഡബിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. അപ്പോൾ 1 ചെയ്തു, 2 ചെയ്തു, ആൻഡ് തേർഡ് വൺ. ഓക്കെ, ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. 1, ഈ 3 ഡബിൾ ക്രോഷ്യ ഡിഫറെൻറ്റ് സ്റ്റിച്ചസിലാട്ടോ ചെയ്യുന്നത്. 2, 3 ചെയ്തിട്ട് പിന്നെയും ചെയിൻ 1 ടേണിങ് സ്റ്റിച്ചായിട്ട് റിട്ടേൺ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ പോവുക. ഇത് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഡിസൈഡ് ഹൈറ്റ് വേണോ അത്രയും ഡിസൈഡ് ഹൈറ്റ് വരെ ഇതിങ്ങനെ ചെയ്ത് പോവുക. നമുക്കിനി ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് എനിക്ക് ഇത്രയും ഹൈറ്റ് മതി, ഞാൻ ഇത്രയും എത്തി. ഞാൻ ലാസ്റ്റ് റോൻ്റെ ഒരു സ്റ്റിച്ചും കൂടെ എനിക്ക് ഇടാണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു, അത് സ്കിപ്പാണ്. എനിക്ക് ഇത്രയും ഹൈറ്റ് മതി ഈ ഒരു ഇതിന്. എന്നിട്ട് ഞാനിത് ഫാസ്റ്റൻ ഓഫ് ചെയ്യണം. ഓക്കെ, അതായത് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തു, ഞാനിതിനെ ഫാസ്റ്റൻ ഓഫ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഇതെല്ലാം നീഡിൽ സ്യൂ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഈ സൈഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇതിന് ഞാനൊരു തൊങ്ങൽ പിടിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അതായത് ഇതിന് ഞാനിവിടെ ഒരു തൂക്കിയിടാൻ പാകത്തിനൊരു സംഭവം, അതിന് ഞാൻ എടുക്കുന്നത് ഈ വൈറ്റാണ് കേട്ടോ. ഈ വൈറ്റിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സെയിം എഗെയിൻ സ്ലിപ്പ് നോട്ട് ഇട്ടു. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അതായത് ഈ ഒരു ഹോള് കണ്ടോ, ഈ ഒരു ഹോളിൽ കൂടെ സ്ലിപ്പ് നോട്ട് ഇട്ട് ഞാൻ ഇതിൽ കയറ്റി ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഞാനിത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനാണ്. അതായത് ഇതിലേക്ക് ഞാനിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഞാൻ ഈ ആണിനെ ഇതിലേക്ക് കയറ്റുന്നത്. അതായത് ഞാനിത് ജസ്റ്റ് പുൾ ചെയ്തപ്പോൾ എനിക്കിത് ഇവിടെ കിട്ടിയല്ലോ. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടായിരുന്ന ലൂപ്പിൽ കൂടെ ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ലോക്കായി. ഇനി എനിക്കിത് വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇതെനിക്ക് കിട്ടി. ഇനി ഞാനൊരു 16 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. എനിക്ക് അത്രയും ലെങ്ത്ത് മതി. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ഇതിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അത്രയും ചെയ്തു. ഇതെനിക്ക് കുറച്ച് കൂടുതൽ നൂല് വേണം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് ഫാസ്റ്റൻ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നീളമുണ്ട് എൻ്റെ നൂലിന്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര നീളമാണുള്ളത്. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ബുക്ക് മാർക്കിൻ്റെ നീളം. അതായത് ഇത്രയാണ് എൻ്റെ ബുക്ക് മാർക്കിൻ്റെ നീളം. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഞാൻ വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് നൂല് വെച്ചിട്ട്
ഞാൻ ഈ ഹാൻഡിൽ ഞാനൊരു ലൂപ്പ് പോലെ എനിക്കിതിങ്ങനെ തൂങ്ങി കിടക്കാനുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ ഞാനൊരു കുറച്ച് വട്ടം ഒരു 10 ടൈംസ് ഒക്കെ ചെയ്താൽ മതിയാവും. 10 ടൈംസ് ഇതൊന്ന് ചുറ്റിയെടുക്കുക. ഓക്കെ, എനിക്ക് അത്രയും മതി. എന്നിട്ട് ഞാനിതിനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം കിട്ടി കേട്ടോ. എനിക്ക് ഇത്രയും, അതായത് ഇതിനൊരു തൊങ്ങൽ പോലെ ഇടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചെയ്യേണ്ടത്. ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, നമ്മൾ ബുക്ക് മാർക്കിൻ്റെ ലീവ് ചെയ്ത എൻഡ്, ചെയിൻ ഇട്ടതിന് ശേഷം ലീവ് ചെയ്ത എൻഡ്, ആ ലീവ് ചെയ്ത എൻഡ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു അറ്റത്തേക്ക് പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഈ അറ്റത്തേക്ക് പിടിപ്പിച്ചു. എന്നിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതിന് നീഡിൽ കയറ്റി ഇതിനവിടെ സെക്യൂർ ചെയ്ത് ലോക്ക് ചെയ്യാണ്. ഓക്കെ, ലോക്ക് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ഒരു ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ ടാസൽസ് പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു സംഭവത്തിന് ജസ്റ്റ് ഒന്ന് കെട്ടിവിടുകയാണ്. അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാനിതിങ്ങനെ ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിവിടുകയാണ് കേട്ടോ. അത് മതിയാവും. എന്നിട്ട് ബാക്കിയുള്ള നൂലിന് ഞാൻ ജസ്റ്റ് അതിലേക്ക് ടൈ ചെയ്ത് വിടുകയാണ് അഗെയിൻ. ഓക്കെ, ഞാനപ്പോൾ അത്രയായി കഴിഞ്ഞപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ കിടക്കുന്നതുണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇനി ഒരേ ലെങ്ത്തിലോട്ടാക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കെട്ട് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കട്ടാകാനുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതിനൊരു സെയിം ലെങ്ത്തിൽ നമ്മൾ പിന്നെയും കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ബുക്ക് മാർക്ക് വരിക. ഇനി ഈ ഒരു എൻഡാണ് നമുക്ക് സൂ ചെയ്ത് ഉള്ളിലോട്ട് കയറ്റാനുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ബുക്ക് മാർക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല കളറിൽ ചെയ്യാം, പല ടൈപ്പിൽ ചെയ്യാം, പല ലെങ്ത്തിൽ ചെയ്യാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക്